ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയാ. അവിടെ ഒരാൾ കൂർക്ക വലിച്ചിട്ട് ഉറങ്ങുന്നു. അല്ലെന്നാര് പറഞ്ഞു? ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ. അത് ശരിയാ. ഏത്? അല്ല ഈ കുട്ടി ചേരുന്നത്. A few moments later. ഇപ്പൊ തലവേനില്ലേ? സമ്മതിച്ചു, മനഃപൂർവ്വം തന്നെ. കണ്ടു സാറിനത് തോന്നിയില്ലേ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. എന്നെ തറയാക്കലടാ മോനെ. അവട്ടൊന്ന് കൊടുക്കട്ടെ. കൊടുക്കറാ. മനഃപൂർവ്വമല്ല, അറിഞ്ഞോണ്ടല്ലേ. മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്ത് പറ്റിയാളിയാ? ഇങ്ങനെ പേടിക്കലടാ. ആണുങ്ങളെ വില കളയാനായി. For every action there is an equal and opposite reaction എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനേറി പിടിച്ചത്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോ അടിയാണോ? അതൊരൊന്നും തള്ളൂല്ലേ? അങ്ങോട്ട് പോയി കട്ടുവാ. ഒരു രസമല്ലടാ. നിനക്ക് പ്രാന്താളാ പന്നി. എന്നെ ചേച്ചി ശാരികയുടെ മോന്തത്തൊക്കെ ഒരയ്ക്കെന്ന് പറഞ്ഞാൽ എന്നാ പറയണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരപ്പിക്കുന്നു ശാരികയുടെ മോന്തയ്ക്ക് നോക്കി ഇവരെല്ലാം കേട്ടോണ്ടിരിക്കാം. ഒരപ്പിക്കുന്നു പറഞ്ഞ ശാരിക എന്നാ ചെയ്യും? അതല്ലേ പ്രതികരിച്ചത്. പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ. ഒരിക്കലും അവന് ഗുണം പിടിക്കത്തില്ല. 15ാമത്തെ തവണ അമ്മച്ചി സെയിം മാറ്റർ പറയുന്നത്. വണ്ടി സ്റ്റക്കായിട്ടേക്കാം. നിർത്താറായി. രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സെപ്റ്റി ടാങ്ക് ആണ്. അതെന്ത് പേരാണോ? സെപ്റ്റി ടാങ്ക് ആണ്. ആ നീ അതേ പറയൂ. എടാ ഇതിനൊക്കെ വിവരം വേണം. നീ അതിന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഇട്ട പേര്. അപ്പൊ കളികളൊക്കെ ഭംഗിയായി കളിച്ചല്ലോ. ഇനി സേതുമാധവന്റെ കളി കാണാം. ഓമന പേരെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആണോ അല്ലയോ? ഓമന പേര്. എന്നെ ഹേർട്ട് ചെയ്യാൻ എന്തൊക്കെ വിളിക്കാം. പാഷാണത്തെ ക്രിമിന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു. അതൊക്കെ സംതിങ് ലൈക്ക് ഞാനത് ഒരു തമാശയായിട്ട്. മനസ്സിന്റെ താളം തെറ്റിയ ഒരാൾക്ക് മാത്രമേ ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. എന്നെ ഫസ്റ്റാണ് സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ പാടില്ല. തന്നെ ഭയങ്കര ഹേർട്ട്. ഞാൻ എന്ത് വന്നാലും ശരി ഇതങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഗുഡ് ബൈ. സാർ ജീവിച്ചിരുന്നാ നമുക്ക് വീണ്ടും കാണാം.